ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചക്കപ്പഴം കൊണ്ടൊരു ബർഫിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഈ ബർഫി വളരെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസസായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത പീസസിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി, ഓപ്ഷണലാണ്. നമ്മൾ അരച്ച് മാറ്റി വെച്ച ജാക്ക് ഫ്രൂട്ട് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഈ ചക്കപ്പഴം പാലുമായിട്ട് നന്നായി വെന്ത് ചേരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി ചക്കപ്പഴവുമായിട്ട് ചേരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അമൂല്യയുടെ ചെറിയൊരു പാക്കറ്റ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ബർഫിക്കുള്ള കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് ചെറുതായി ചൂട് മാറിക്കഴിയുമ്പോൾ കയ്യിൽ നെയ്യ് പുരട്ടിയിട്ട് കുറേശ്ശെ എടുത്ത് നമുക്കിത് ബോൾസായി ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊരു ഷേപ്പിന് വേണ്ടി ഒരു വിരൽ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ബർഫിയും അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.